ഹായ് എവരിവൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്താണ്, പാർട്ട്ണർഷിപ്പിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതുപോലെ പാർട്ട്ണർഷിപ്പ് ഡീഡ്, കണ്ടൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്, എന്തൊക്കെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉൾക്കൊള്ളുന്നത്, ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് തയ്യാറാക്കാത്തൊരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഏത് റൂൾസാണ് നമ്മൾ എടുക്കുന്നത്, എങ്ങനെയാണ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മൾ ഇന്ന് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഫോർ പാർട്ട്ണർഷിപ്പ് ഫേം ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്. കഴിഞ്ഞ വർഷം നമ്മൾ അക്കൗണ്ടിങ്ങിൽ പഠിച്ച റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻസ്, ട്രയൽ ബാലൻസ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തുടങ്ങിയ അടിസ്ഥാന അക്കൗണ്ടിംഗ് വർക്കുകൾ എല്ലാം തന്നെ പാർട്ട്ണർഷിപ്പിലും സെയിം ആണ്. യാതൊരു മാറ്റവും ഇല്ല. അത് ഏത് തരം ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും ബേസിക് അക്കൗണ്ടിംഗ് പ്രാക്ടീസസ് എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. എ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് എ ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ആസ് ഇൻ ദ കേസ് ഓഫ് എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്. ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൽ തയ്യാറാക്കുന്നത് പോലെ തന്നെ ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം ആ സ്ഥാപനത്തിന് വേണ്ടി ഒരു ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒരു ബാലൻസ് ഷീറ്റും പാർട്ട്ണർഷിപ്പിലും തയ്യാറാക്കുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ ഇയർ ഈസ് ഷെയർഡ് എമംഗ് ദ പാർട്ട്നേഴ്സ് ഇൻ ദെയർ എഗ്രീഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വഴി നമ്മൾ കണ്ടെത്തുന്ന നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്താണ് ചെയ്യേണ്ടത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിൽ ഒരൊറ്റ വ്യക്തിയാണ് ഓണർ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ അത് ആഡ് ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. നമ്മൾ ചെയ്തല്ലോ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ടിനോട് കൂടി ആഡ് ചെയ്തിട്ടാണ് നെറ്റ് പ്രോഫിറ്റ് എഴുതിയത്. പക്ഷേ ഇവിടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ വരുമ്പോൾ സ്ഥാപനത്തിന് 2 പാർട്ട്നേഴ്സ് മിനിമം ഉണ്ടാവും, മാക്സിമം 50 വരെ പാർട്ട്നേഴ്സ് ഉണ്ടാവാം. സ്ഥാപനം ഉണ്ടാക്കുന്ന മുഴുവൻ പ്രോഫിറ്റും ഒരാൾക്ക് അവകാശപ്പെട്ടതല്ല, എല്ലാ പാർട്ട്നേഴ്സിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. സോ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുന്ന പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അഡീഷണലായിട്ട് ഇവിടെ പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട അക്കൗണ്ടിങ് കാര്യങ്ങളാണ്. സ്പെഷ്യൽ ആസ്പെക്ട്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്. പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഈ സെക്കൻഡ് ചാപ്റ്ററിലും തുടർന്നുള്ള 2-3 ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എമംഗ് ദ പാർട്ട്നേഴ്സ്. പാർട്ട്ണർഷിപ്പ് ഫേം ഉണ്ടാക്കുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം എങ്ങനെയാണ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്യേണ്ടത്. ദെൻ മെയിൻ്റനൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഓരോ പാർട്ട്ണറുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ്. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ റോങ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻ ദ പാസ്റ്റ്. ഏതെങ്കിലും സാഹചര്യത്തിൽ മുൻ വർഷങ്ങളിലോ അല്ലെങ്കിൽ തെറ്റായിട്ടോ നമ്മൾ പ്രോഫിറ്റിനെ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാം, അതിൻ്റെ തെറ്റ് എങ്ങനെ തിരുത്താം എന്നതാണ്. ദെൻ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അഥവാ ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ പെട്ടെന്ന് മരിച്ചുപോയി, അല്ലെങ്കിൽ നിലവിലുള്ള ലാഭ പങ്കിടൽ അനുപാതം പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുത്തി. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ എന്തെല്ലാം അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടി വരും. അതുപോലെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. സ്ഥാപനം അടച്ചു പൂട്ടുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട്സ് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്യാപിറ്റൽ ബാലൻസ് പാർട്ട്നേഴ്സിന് തിരിച്ചു കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട് അഡീഷണലായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. അതിലാദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എമംഗ് പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ എങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത്, പ്രോഫിറ്റ് വീതിക്കുന്നത്, അല്ലെങ്കിൽ ലോസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. നമുക്കതിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ടൊരു അക്കൗണ്ട് തയ്യാറാക്കുന്നുണ്ട്. ആ അക്കൗണ്ടിൻ്റെ പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ലാഭ നഷ്ട പങ്കിടൽ അക്കൗണ്ട് എന്ന് മലയാളത്തിൽ പറയാം. ലാഭവും നഷ്ടവും പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ വീതം വെക്കുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. എന്താ ഇതിനെക്കുറിച്ച് പറയുന്നത് നോക്കാം. The profit or loss for the year is
shared among the partners in their agreed profit sharing ratio. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഉണ്ടാക്കുന്ന ലാഭം ആ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ അവർ അംഗീകരിച്ച ആ ഒരു അനുപാതത്തിൽ പങ്കിടേണ്ടതുണ്ട്, ഡിവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഫോർ ദിസ് പർപ്പസ് ദ പ്രോഫിറ്റ് ആസ് പെർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു എ ന്യൂലി ഓപ്പൺഡ് അക്കൗണ്ട് കോൾഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അങ്ങനെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരിട്ടൊരാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ കഴിയില്ല. ഈ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയ പ്രോഫിറ്റ് വീതം വെക്കുന്നതിന് വേണ്ടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വഴി കണ്ടെത്തിയ നെറ്റ് പ്രോഫിറ്റിനെ മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ അക്കൗണ്ടിൻ്റെ പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്? എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട് prepared for the purpose of distributing profits or losses among the partners after making all adjustments relating to interest on capital, interest on drawings, salary or commission to partners. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ്, ലോസ്, പ്രോഫിറ്റ് ഒക്കെ ഡീൽ ചെയ്യുന്ന അക്കൗണ്ട്. പ്രിപ്പയർഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് പ്രോഫിറ്റ്സ്, സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വഴി നമ്മൾ കണ്ടെത്തിയ നെറ്റ് പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അതിലൊരു കാര്യം ഓർക്കേണ്ടത്, ആഫ്റ്റർ മേക്കിംഗ് ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് റിലേറ്റിംഗ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, സാലറി ഓർ കമ്മീഷൻ ടു പാർട്ട്നേഴ്സ്. സ്ഥാപനം ഉണ്ടാക്കിയ പ്രോഫിറ്റിൽ നിന്ന് ചില എമൗണ്ടുകൾ ഓരോ പാർട്ട്നേഴ്സിനും നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടാവാം. ഫോർ എക്സാമ്പിൾ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സ്ഥാപനം ക്യാപിറ്റലിന്, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നത് സ്ഥാപനം ഉണ്ടാക്കിയ പ്രോഫിറ്റ് എന്നാണ്. സാലറി, കമ്മീഷൻ ടു പാർട്ട്നേഴ്സ്, ഏതെങ്കിലും പാർട്ട്നേഴ്സിന് സാലറിയോ കമ്മീഷനോ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. അതുപോലെ ഏതെങ്കിലും പാർട്ട്ണർ ഡ്രോയിങ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡ്രോയിങ്സിന് സ്ഥാപനത്തിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം, അത് ഈടാക്കണം. അത്തരത്തിലുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത് കാണിക്കാനുള്ള അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. Then journal entries of profit or loss appropriation. ജേണൽ എൻട്രി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനുമായി ബന്ധപ്പെട്ട് ഇതിൽ പ്രത്യേകമായിട്ട് വരുന്ന ജേണൽ എൻട്രീസ് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് ട്രാൻസ്ഫർ ഓഫ് ദ ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ആദ്യം ചെയ്യേണ്ടത് സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ത് ചെയ്യാണ്, പുതിയ അക്കൗണ്ടിലേക്ക് മാറ്റുക. പുതിയ അക്കൗണ്ട് ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതെന്തിനു വേണ്ടിയുള്ളതാണ്? സ്ഥാപനം ഉണ്ടാക്കിയ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ആദ്യം ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോസ് ക്രെഡിറ്റ് ബാലൻസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അഥവാ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ആ നെറ്റ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ നെറ്റ് ലോസ് ആണെങ്കിലോ, ഇഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോസ് എ ഡെബിറ്റ് ബാലൻസ്, നെറ്റ് ലോസ് ആണെങ്കിൽ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആണെങ്കിലുള്ള എൻട്രിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് എൻട്രിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ രണ്ടാമത്തെ എൻട്രി ഫോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സ്ഥാപനം അഥവാ പാർട്ട്ണർഷിപ്പ് ഫേം എല്ലാ പാർട്ട്നേഴ്സിനും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നുണ്ടെങ്കിൽ, പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഓരോ പാർട്ട്ണറും ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് അവരുടെ ക്യാപിറ്റലിന് ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ എൻട്രി, അതുമായി ബന്ധപ്പെട്ട് രണ്ട് എൻട്രീസ് ആണ് വരിക. ഒന്ന് ഫോർ ക്രെഡിറ്റിംഗ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. സ്ഥാപനം കൊടുക്കുന്ന ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്ന ജേണൽ എൻട്രി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ കറണ്ട് അക്കൗണ്ട് ഇൻഡിവിജ്വലി. ഓരോ പാർട്ട്ണറുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിലോ കറണ്ട് അക്കൗണ്ടിലോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് ക്രെഡിറ്റ് കൊടുക്കുന്നു. നമുക്കറിയാം ക്യാപിറ്റൽ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ആണ്. ഒരു പാർട്ട്ണർക്ക് സ്ഥാപനത്തിൽ നിന്നും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടുമ്പോൾ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ പാർട്ട്ണർഷിപ്പിൽ വരുമ്പോൾ ഒരു പക്ഷേ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കറണ്ട് അക്കൗണ്ടിലും നമുക്ക് ക്രെഡിറ്റ് കൊടുക്കാവുന്നതാണ്. ദെൻ ബി ഫോർ ട്രാൻസ്ഫറിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നത്
ഓരോ പാർട്ട്ണർക്കും കൊടുക്കുന്നത് സ്ഥാപനം ഉണ്ടാക്കിയ പ്രോഫിറ്റിൽ നിന്നാണ്. അതുകൊണ്ട് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്ന അക്കൗണ്ട് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന് ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ അടുത്ത എൻട്രി ഫോർ പാർട്ട്നേഴ്സ് സാലറി. ഏതെങ്കിലും പാർട്ട്ണർക്ക് പാർട്ട്ണർഷിപ്പ് ഡീഡ് അനുസരിച്ച് സ്ഥാപനം സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സാലറി കൊടുക്കേണ്ടത് സ്ഥാപനം ഉണ്ടാക്കിയ പ്രോഫിറ്റിൽ നിന്നാണ്. അപ്പോൾ അതിന് 2 എൻട്രി വരും. ആദ്യമായിട്ട് എന്ത് ചെയ്യണം? ഫോർ ക്രെഡിറ്റിംഗ് പാർട്ട്നേഴ്സ് സാലറി ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആ പാർട്ട്ണർക്കുള്ള സാലറി അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് കൊടുക്കുന്നത്, അഥവാ ആ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി സാലറി ടു പാർട്ട്ണർ അക്കൗണ്ട് ഡെപ്റ്റർ ഓർ പാർട്ട്നേഴ്സ് സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്. എത്ര പാർട്ട്നേഴ്സിന് സാലറി ഉണ്ടോ അത്രയും പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യും? ആ സാലറി എമൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യും. ദെൻ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു എൻട്രി കൂടി വരും. ഈ സാലറി കൊടുക്കുന്നത് പ്രോഫിറ്റിൽ നിന്നാണ്. പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം ടു സാലറി ടു പാർട്ട്നേഴ്സ് അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി എഴുതേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു സാലറി ടു പാർട്ട്നേഴ്സ് അക്കൗണ്ട് ഓർ പാർട്ട്നേഴ്സ് സാലറി അക്കൗണ്ട്. ദെൻ അടുത്ത എൻട്രി ഫോർ പാർട്ട്നേഴ്സ് കമ്മീഷൻ. ഏതെങ്കിലും പാർട്ട്ണർക്ക് സ്ഥാപനം കമ്മീഷനോ മറ്റു റെമ്യൂണറേഷനോ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് 2 എൻട്രി വരും. ഒന്ന്, അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി കമ്മീഷൻ ടു പാർട്ട്നേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഇതിൻ്റെ ഡിവിഷൻ ആയിട്ട് കാണിക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു കമ്മീഷൻ ടു പാർട്ട്നേഴ്സ് അക്കൗണ്ട്. ദെൻ എൻട്രി ഫോർ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. പാർട്ട്നേഴ്സ് ബിസിനസ്സിൽ നിന്ന് പണം പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ, ബിസിനസ്സിൽ നിന്ന് പണം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഡ്രോയിങ്സ് എന്ന് പറയും. ആ ഡ്രോയിങ്സിന് ഫേം ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സുമായി ബന്ധപ്പെട്ട് മറ്റൊരു എൻട്രി കൂടി വരും. സ്ഥാപനം ഉണ്ടാക്കിയ പ്രോഫിറ്റിലേക്ക് ഇത് ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പാർട്ട്നേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. അതിന് വേണ്ട ജേണൽ എൻട്രിയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് സാധാരണഗതിയിൽ വരിക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്ത് ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ പ്രോഫിറ്റാണ്, ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ ലോസ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് ആർക്കുള്ളതാണ്? പാർട്ട്നേഴ്സിനുള്ളതാണ്. അപ്പോൾ ആ ബാലൻസ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്ന എൻട്രി ഈ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്സ് ഇൻഡിവിജ്വലി. ദെൻ ലോസ് ആണെങ്കിലോ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ കറണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നാണ് നമ്മൾ എഴുതുന്നത്. ഇത്രയും ജേണൽ എൻട്രീസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ദെൻ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഒരു മോഡൽ, ഒരു ഫോർമാറ്റ് ഒന്ന് പരിചയപ്പെടണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് എന്ന് പറഞ്ഞ് നമ്മൾ ആ ഫിനാൻഷ്യൽ ഇയർ കൊടുക്കുന്നു. സ്ഥാപനം ഉണ്ടാക്കിയ പ്രോഫിറ്റ് ആണെങ്കിൽ, നെറ്റ് പ്രോഫിറ്റ് ആണ് സ്ഥാപനത്തിന് ആ വർഷം ഉള്ളതെങ്കിൽ ആദ്യമായിട്ട് ആ പ്രോഫിറ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റണം. അതിൻ്റെ ജേണൽ എൻട്രി നമ്മൾ പഠിച്ചു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എന്താണ് എഴുതുന്നത്? ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ ലെഡ്ജർ പോസ്റ്റിംഗ് കഴിഞ്ഞ വർഷം പഠിച്ചില്ലേ? അതാണ് ആ ജേണൽ എൻട്രിയെ നമ്മൾ പോസ്റ്റ് ചെയ്തതാണ്. ആ എമൗണ്ട് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ആദ്യം എഴുതും. ഇനി സ്ഥാപനം ആ വർഷം ഉണ്ടാക്കിയത് ലോസ് ആണെങ്കിൽ ജേണൽ എൻട്രി നമ്മൾ കണ്ടു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇഫ് ലോസ് ആണെങ്കിൽ എമൗണ്ട് എഴുതി. ഇനി ചെയ്യേണ്ടത് ഇവിടെ പ്രോഫിറ്റിൽ നിന്ന് ഉള്ള ഡിവിഷൻസ് കാണിക്കണം. എന്തൊക്കെയാണ്? ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എമൗണ്ട് എഴുതി. ജേണൽ എൻട്രി നമ്മൾ കണ്ടിരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ദെൻ ടു പാർട്ട്നേഴ്സ് സാലറി എമൗണ്ട് എഴുതുക. ദെൻ ടു പാർട്ട്നേഴ്സ് കമ്മീഷൻ എമൗണ്ട് എഴുതുക. അപ്പോൾ പ്രോഫിറ്റിൽ നിന്നുള്ള ഡിവിഷൻസ് ഒക്കെ ഡെബിറ്റ് ചെയ്തു. ദെൻ പാർട്ട്നേഴ്സിൽ നിന്ന് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യണം.
അങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഈ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ ബാലൻസ് കിട്ടുക. ഇതെന്തായിരിക്കും? ഈ പ്രോഫിറ്റിൽ, സ്ഥാപനം ഉണ്ടാക്കിയ ഈ പ്രോഫിറ്റിൽ ഇത്രയും പേയ്മെൻറ്റുകൾ ഇതിൽ നിന്ന് കൊടുത്ത്, ഈ പ്രോഫിറ്റിൽ നിന്നുള്ള അപ്രോപ്രിയേഷൻസ് നടത്തി, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്ത് ഇനിയും ബാക്കി നിൽക്കുന്ന പ്രോഫിറ്റാണ് ഈ ബാലൻസ് എമൗണ്ട്. ഇതാർക്കുള്ളതാണ്? പാർട്ട്നേഴ്സിനുള്ളതാണ്. അതിൻ്റെ ജേണൽ എൻട്രി ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ഓരോ പാർട്ട്ണറുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിലേക്ക് ഇൻഡിവിജ്വലായി കൊടുക്കണം. ഇനി വേറൊരു കേസ് നോക്കുക. ഇതിൻ്റെ ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ, ഡെബിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ എക്സ്പെൻസ് സൈഡാണ്. അപ്പോൾ നമ്മളിവിടെ ബാലൻസ് ചെയ്ത് വരുന്ന എൻട്രി എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് എന്ന് എഴുതി ആ ലോസ്, ബാലൻസ് ലോസ് ഓരോ പാർട്ട്ണറുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ ഇന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണ്, അതിൻ്റെ ജേണൽ എൻട്രീസ് ഏതൊക്കെയാണ്, എന്താണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ഒരു പ്രോബ്ലം പ്രാക്ടീസ് ചെയ്ത് ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.